നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ പോപ്പിന് ഖറലാവിയുടെ ആശംസ. വത്തിക്കാനും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള വഴി തുറന്നിരിക്കുകയാണെന്ന് ഷെയ്ഖ് യൂസുഫുൽ ഖറലാവി. കുവൈറ്റിൽ സ്വദേശീയവൽക്കരണം ഊർജിതമാക്കുന്നു. വർഷത്തിൽ 1 ലക്ഷം തൊഴിലാളികളെ വീതം കുറയ്ക്കുമെന്ന് തൊഴിൽ മന്ത്രി. തൊഴിൽ മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് സാധ്യത. കുവൈത്തിൽ സ്വദേശീയവൽക്കരണം ഊർജിതമാകുന്നു. വർഷത്തിൽ 1 ലക്ഷം തൊഴിലാളികളെ വീതം കുറയ്ക്കുമെന്ന് തൊഴിൽ മന്ത്രി. തൊഴിൽ മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് സാധ്യത. 22,000 അഭ്യസ്തവിദ്യരായ കുവൈത്തി പൗരന്മാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിഷയം ആഴ്ചകൾക്ക് മുമ്പ് പാർലമെന്റിൽ ഒച്ചപ്പാടുകൾക്ക് വഴിവെച്ചിരുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 2 ഇരട്ടിയോളം വരുന്ന വിദേശികളുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയാണ് തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരമായി അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി സന്ദർശന വിസയിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ അടുത്ത കാലത്തായി തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കിയിരുന്നു. രാജ്യത്തെ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ദിക്ര അൽ റഷീദിയുടെ പുതിയ പ്രസ്താവനയും ഇതേ പശ്ചാത്തലത്തിലുള്ളതാണ്. വർഷത്തിൽ 1 ലക്ഷം പേരെന്ന കണക്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം തൊഴിലാളികളെ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും അതിനുവേണ്ട നടപടികളുമായി മന്ത്രാലയം മുന്നോട്ടു പോവുകയാണെന്നുമാണ് മന്ത്രി പ്രസ്താവിച്ചത്. തൊഴിൽ വകുപ്പിനെ വാണിജ്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി എന്നിവയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേക നിരീക്ഷണ സമിതി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ മന്ത്രി കച്ചവട മേഖലയിലുള്ള വിദേശികളുടെ അവസ്ഥ പഠിക്കുന്നതിന് ചേംബർ ഓഫ് കൊമേഴ്സിനെ ചുമതലപ്പെടുത്തിയതായും അറിയിച്ചിരുന്നു. 50 വർഷം പിന്നിട്ട ഗൾഫ് കുടിയേറ്റം അസ്തമയദശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന അവലോകനങ്ങൾക്ക് ബലം നൽകുന്നതാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നിയമ ഭേദഗതികളും. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലെ ഇത്തരം നീക്കങ്ങളെ പ്രവാസ ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മീഡിയ വൺ കുവൈത്ത്. കുവൈത്ത് പ്രവാസികൾക്കായി യൂത്ത് ഇന്ത്യ കലോത്സവം സംഘടിപ്പിക്കുന്നു. സർഗശക്തിക് സമൂഹ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ ഏപ്രിൽ 19-നാണ് മത്സരങ്ങൾ. കലോത്സവ പ്രചാരണ പത്രികയുടെ പ്രകാശനം ചലച്ചിത്ര നിർമ്മാതാവായ ബോബി അവഗാമ നിർവഹിച്ചു. യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് അർഷാദ് പത്രിക ഏറ്റുവാങ്ങി. VP ഷൗക്കത്ത് അലി, റഫീഖ് ബാബു എന്നിവർ സംസാരിച്ചു. കുവൈത്തിൽ പൊതു പാർക്കുകളുടെ ഹരിതവൽക്കരണം ഊർജിതമാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കൃഷിവകുപ്പിന്റെ വാർഷിക പ്ലാനിൽ വിദേശികളുള്ള പ്രദേശങ്ങൾക്കാണ് കൂടുതൽ പരിഗണന. രാജ്യത്തെ നിരത്തുകളുടെയും റൗണ്ട് ബോട്ടുകളുടെയും സൗന്ദര്യം വർദ്ധിപ്പിക്കുക, കളിക്കളങ്ങളും കുട്ടികൾക്കുള്ള പാർക്കുകളും നവീകരിക്കുക തുടങ്ങി വികസന പരിപാടികളുടെ 1 വർഷത്തെ രൂപരേഖയാണ് കാർഷിക മന്ത്രാലയത്തിന് കീഴിലുള്ള നഗര സൗന്ദര്യ വിഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ രാജ്യത്തെ പല പൊതു പാർക്കുകളും ശരിയായ പരിചരണത്തിന്റെ അഭാവത്തിൽ വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ്. മാത്രമല്ല, കുട്ടികളുടെ കളിയുപകരണങ്ങൾ പലതും ഉപയോഗയോഗ്യവുമല്ല. ഇത്തരം പാർക്കുകൾ ഹരിതവൽക്കരിക്കുന്ന പ്രവൃത്തിയാണ് രൂപരേഖയിലെ പ്രധാന ഇനം. വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി നവീനമായ കളിയുപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും ടോയ്ലറ്റ് പോലുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മുനിസിപ്പാലിറ്റിയുമായി ധാരണയിലെത്തും. ഷുവൈക്ക്, സാൽമിയ, ഫർവാനിയ, സെൽവ, ഫഹാഹിൽ, ജലീബ് തുടങ്ങി 28ഓളം സ്ഥലങ്ങളിൽ പൊതു പാർക്കുകളിൽ സോക്കർ ഫീൽഡുകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. നിരത്തുവക്കുകളിലെ ഹരിതവൽക്കരണം ത്വരിതപ്പെടുത്താനും ജലസേചനം, ഫെർട്ടിലൈസേഷൻ എന്നിവ പരിശോധിക്കാനും പ്രത്യേക വിദഗ്ധ സംഘത്തെ നിയമിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയുള്ള ഷെയ്ഖ് തൗഫീഖ് അൽ സബാഹ് വ്യക്തമാക്കി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വികസന കാര്യത്തിൽ വിദേശികൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് ഇത്തവണ കൂടുതൽ പരിഗണന ലഭിച്ചിരിക്കുന്നു എന്നത് പ്രവാസികൾക്ക് ആഹ്ലാദത്തിന് വക നൽകുന്നു. അതേസമയം ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിക്കണമെന്ന മുനിസിപ്പൽ അംഗത്തിന്റെ നിർദ്ദേശം പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസമാണ് മുനിസിപ്പൽ കൗൺസിലറായ ഫൗസൽ മുത്തേരി വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളുടെയും മലിനീകരണത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ ജലീബ് മേഖലയിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. കുവൈത്ത് മലയാളികളുടെ പ്രധാന ആവാസ കേന്ദ്രമായ അബ്ബാസിയ, ബംഗ്ലാദേശുകാരുടെ ആധിക്യത്താൽ ധാക്ക സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഹസാവി എന്നീ പ്രദേശങ്ങൾ ചേർന്ന ജലീബിൽ കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും നിത്യസംഭവമായ സാഹചര്യത്തിലായിരുന്നു മുനിസിപ്പൽ അംഗത്തിന്റെ പ്രസ്താവന. മുനീർ അഹമ്മദ്, മീഡിയ വൺ കുവൈത്ത്.